അതൊന്നും ഉണ്ടാവില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF-ന്റെ മുന്നേറ്റം നമുക്ക് കാണാം. ഓക്കെ, നടന്നോട്ടെ, കൂടുതൽ പറയണ്ട. അങ്ങനെ ലീഗിന്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോക്സഭയിലേക്ക് 2 സീറ്റുകളിൽ തന്നെയാണ് ഇക്കുറി മുസ്ലിം ലീഗ് കേരളത്തിൽ നിന്നും മത്സരിക്കുന്നത്. അത് മലപ്പുറത്തും പൊന്നാനിയിലും തന്നെയാണ്. 2 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ മാറുന്നു. അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിലും ഇ.ടി. മുഹമ്മദ് ബഷീർ മലപ്പുറത്തും മത്സരിക്കുമെന്നുള്ളതാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെ അബ്ദുൾ സമദ് സമദാനി അദ്ദേഹം മലപ്പുറത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇപ്പോൾ മാറ്റം എന്ന് പറയുന്നത് ഇരുവരും മണ്ഡലങ്ങൾ മാറുന്നു, മലപ്പുറവും പൊന്നാനിയും വെച്ചു മാറുന്നു എന്നുള്ളത് മാത്രമാണ്. ഒപ്പം രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയും സൂചിപ്പിച്ചിട്ടുണ്ട്. ജൂണോടെയായിരിക്കും അടുത്ത രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട തെരഞ്ഞെടുപ്പൊക്കെ വരിക. അപ്പോഴായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക. ഒപ്പം തന്നെ ഇത്തവണ തമിഴ്നാട്ടിലും ഒരു സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നു, രാമനാഥപുരത്ത് മത്സരിക്കുന്നു എന്നുള്ള കാര്യവും സൂചിപ്പിക്കുന്നുണ്ട്. UDF വമ്പിച്ച വിജയം ഇക്കുറി കേരളത്തിൽ നേടും. ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ശക്തി പകരും. ഈ രാജ്യം പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ മുന്നണി വളരെപ്പെടുന്ന പ്രതീക്ഷയും മുന്നോട്ട് വയ്ക്കുന്നു മുസ്ലിം ലീഗ്.